الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن هذا كان لكم جزاء وكان سعيكم مشكورا إنا نحن نزلنا عليك القرآن تنزيلا فاصبر لحكم ربك ولا تطع منهم آثما أو كفورا واذكر اسم ربك بكرة وأصيلا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ വിധികൾ വിലക്കുകൾ നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ സർവ തലങ്ങളിലും പാലിച്ച് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമകളായി ജീവിക്കണമെന്ന് എല്ലാവരെയും ആദ്യമായി ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും മുത്തഖികളായ അവൻ്റെ ദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരി സഹോദരന്മാർ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടത്തോടുകൂടി കാത്തിരിക്കുന്ന സുദിനമാണ് പരിശുദ്ധ റമളാൻ. പരിശുദ്ധ റമളാൻ ഒരു വിശ്വാസിക്ക് ആനന്ദമാണ്. പരിശുദ്ധ റമളാൻ ഒരു വിശ്വാസിക്ക് ആഘോഷമാണ്. പരിശുദ്ധ റമളാൻ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ആസ്വാദന സുദിനങ്ങളാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, അവൻ്റെ പരമമായ ലക്ഷ്യപൂർത്തീകരണത്തിന് അവൻ ഏറ്റവും കൂടുതൽ സാധ്യത നൽകുന്ന കർമ്മങ്ങളിലേക്ക് അനായാസം പ്രവേശിക്കുവാനും ആത്മാർത്ഥമായി അത് നേടിയെടുക്കുവാനും സാധ്യമാകുന്ന സുദിനങ്ങളാണ് പരിശുദ്ധ റമളാനിൻ്റെ സുദിനങ്ങൾ എന്ന് പറഞ്ഞാൽ. സഹോദരന്മാരെ, ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ ഒരു ഹദീസ് നമുക്കറിയാം.
അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതായി സഹ്ൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഫിൽ ജന്നതി ബാബൻ യുഖാലു ലഹു റയ്യാൻ യദ്ഖുലൂന മിൻഹു الصائمون يوم القيامة لا يدخل معهم أحد غيرهم يقال أين الصائمون فيقومون فيدخلون منه فإذا دخل آخرهم أغلق فلم يدخل منه أحد. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളോട് പറഞ്ഞു തരികയാണ്, സ്വർഗത്തിന് റയ്യാൻ എന്നൊരു കവാടമുണ്ട്. ഖിയാമത്ത് നാളിൽ നോമ്പുകാർ ആ കവാടത്തിലൂടെ കടന്നു പോകും. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, അതിന്റെ കവാടത്തിങ്കൽ നിന്ന് അള്ളാഹു നിശ്ചയിക്കപ്പെട്ട ആളുകൾ വിളിച്ചു പറയും, ഐന സ്സായിമൂൻ ഐന സ്സായിമൂൻ ഫയഖൂമൂൻ. നോമ്പുകാർ എവിടെ, നോമ്പുകാർ എവിടെ എന്ന് ചോദിക്കുമ്പോൾ നോമ്പുകാർ എഴുന്നേറ്റ് നിൽക്കും. ഫയദ്ഖുലൂന മിൻഹു, എന്നിട്ട് ആ റയ്യാൻ എന്ന കവാടത്തിലൂടെ കടന്നുപോകും. നോമ്പുകാരല്ലാത്ത ഒരാളും ആ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. നോമ്പുകാർ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ കവാടം അടക്കുകയായി. സഹോദരന്മാരെ, കേൾക്കാൻ എളുപ്പമുള്ള, പറയാൻ സിമ്പിളായിട്ടുള്ള ഒരു ഹദീസാണ്. നമ്മൾ ആരെങ്കിലും വിചാരിച്ചു പോയോ, നോമ്പ് എന്ന പേരിൽ റമദാനിലൂടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്ന് ഒരു ഉമ്മത്തിൽപ്പെട്ട ഒരു മുസ്ലിം നോമ്പ് നോറ്റ എല്ലാ ആളുകൾക്കും ആ റയ്യാൻ എന്ന കവാടത്തിലൂടെ കടന്നു പോകാൻ പറ്റും? അങ്ങനെ വിചാരിച്ചോ നമ്മൾ? അങ്ങനെയാണെങ്കിൽ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട എല്ലാ ആളുകളും, മിക്കവാറും ആളുകളും, ഒരു 95% എല്ലാവരും നോമ്പ് വിൽക്കാറുണ്ട്. അവിടെ ഐന സ്സായിമൂൻ, എവിടെ നോമ്പുകാരെന്ന് ചോദിക്കുമ്പോൾ, വിളിക്കുമ്പോൾ ഒരു പ്രത്യേക കാറ്റഗറിയിൽപ്പെട്ട നോമ്പുകാർക്ക് മാത്രമേ അവിടെ ഫയഖൂമൂൻ എന്ന് പറയുമ്പോൾ എഴുന്നേറ്റിക്കാൻ പറ്റൂ. റമദാനിലൂടെ പട്ടിണി കിടന്നു പോയ എല്ലാ ആളുകൾക്കും ആ റയ്യാൻ എന്ന കവാടത്തിലൂടെ വിളിക്കുമ്പോ അവിടെ നിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റൂന്ന് നമ്മൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ വിചാരിക്കണ്ട. അവൻ നോമ്പിനെ നോമ്പായിട്ട് നോൽക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകൾക്ക് മാത്രമേ, തൗഫീഖ് ലഭിച്ച ആളുകൾക്ക് മാത്രമേ ആ റയ്യാൻ എന്ന കവാടത്തിലൂടെ കടന്നു പോകാൻ പറ്റും. പട്ടിണി കിടന്ന എല്ലാവർക്കും കവാടത്തിലൂടെ കടന്നു പോകാൻ പറ്റൂല. അതൊരു പ്രത്യേകമായ കാറ്റഗറിയാണ്. സഹോദരന്മാരെ, റമളാൻ വരുമ്പോൾ നമ്മുടെ ലക്ഷ്യം റയ്യാനായിരിക്കണം. എന്റെ ഈ വർഷത്തെ റമളാനിന്റെ ലക്ഷ്യം റയ്യാനാണ്. അവിടെ ഐന സ്സായിമൂൻ എന്ന് ചോദിക്കുമ്പോ ഞാൻ എഴുന്നേറ്റ് നിൽക്കും. എനിക്ക് എഴുന്നേറ്റ് നിൽക്കണം. അതിനുവേണ്ടി എന്റെ ഈ പ്രാവശ്യത്തെ റമളാനിനെ കൃത്യമായി റയ്യാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞാൻ റമളാനിനെ കഴിച്ചു കൂട്ടും. അങ്ങനെ ഒരു ദൃഢനിശ്ചയം നമുക്ക് എടുക്കണം. അതാണ് ഒരുക്കം. റമളാനിന്റെ മുമ്പ് ഒരുങ്ങണ സഹോദരന്മാരെ, റയ്യാൻ ലക്ഷ്യമാക്കി ഒരുങ്ങാനും റയ്യാൻ ലക്ഷ്യമാക്കി പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുവാനും ആരാധനകളിലും സൽക്കർമ്മങ്ങളിലും ദുആയിലും സ്വലാത്തിലും ഖിയാമിലും നിലനിൽക്കുവാനും സാധ്യമായ ആളുകൾക്ക് ആ റയ്യാൻ എന്ന കവാടമുണ്ട്. സഹോദരന്മാരെ, അതിനായിരിക്കണം നമ്മുടെ പ്രിപ്പറേഷൻ. സ്വർഗം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഉഇദ്ദത് ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത്. സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത് സ്വർഗത്തിലേക്ക് പോകാനുള്ള വിഭവം തഖ്വയാണ്. തഖ്വ സ്വീകരിക്കാത്ത ഒരാൾക്കും തഖ്വല്ലാത്ത ഒരാൾക്കും സ്വർഗത്ത് പ്രവേശിക്കാൻ പറ്റൂല. നമ്മളോട് ഒരാൾ ചോദിക്കുക, നിങ്ങൾ മുത്തഖിയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തായിരിക്കും നമ്മളോട് പറയാനുള്ളത്? ഞാനൊരു മുത്തഖിയാണോ എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് എന്നോട് പറയാനുള്ള ആൻസർ എന്താ സഹോദരന്മാരെ? പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഉഇദ്ദത് ലിൽ മുത്തഖീൻ, സ്വർഗം മുത്തഖീങ്ങൾക്ക് വേണ്ടി മാത്രം ഒരുക്കി വെച്ചതാണ്. സഹോദരന്മാരെ,
തഖ്വ നേടാൻ ഏറ്റവും സിമ്പിളായി അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. സത്യവിശ്വാസികളെ, മുൻ സമുദായത്തിന് നാം നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നാം സൗമ് നിർബന്ധമാക്കിയിരിക്കുന്നു. എന്തിനാ? ലഅല്ലകും തത്തഖൂൻ. അത് റയ്യാൻ എന്ന കവാടം ലക്ഷ്യമാക്കി കുതിക്കുന്ന വിശ്വാസികളെ നിങ്ങൾ ഊർജമായി സ്വീകരിക്കേണ്ടത്, പാതേയമായി സ്വീകരിക്കേണ്ടത്, വിഭവമായി കയ്യിൽ കരുതേണ്ടത് തഖ്വയാണ്. തഖ്വ നിങ്ങൾക്ക് സുലഭം ലഭിക്കുന്ന മാസമാണ് റമളാൻ മാസം. നോമ്പ് നിങ്ങൾക്ക് നൽകുന്ന സമ്മാനം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള താക്കോലാകുന്ന തഖ്വയാകുന്നു. ഇതാണ് നമ്മൾ റമളാനിന് വേണ്ടി ഒരുങ്ങേണ്ടത്. അതിന് അത്യാവശ്യമായി ചെയ്യേണ്ടുന്ന ചില പ്ലാനിങ്ങുകൾ. റമളാനിലെ 11 മാസം നമ്മൾ ഇങ്ങനെ യാന്ത്രികമായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? നമ്മൾ ആരും വലിയ ആളുകളൊന്നല്ല, നമുക്കാർക്കും വലിയ പ്രതീക്ഷകളൊന്നുമില്ല, നിർഭയരല്ല. പരലോകത്തിന്റെ വിഷയത്തിൽ ആരപ്പം നിർഭയരായ ആളുകളുള്ളത്? ആരുള്ളത് സഹോദരന്മാരെ? ആരുമല്ല. അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിച്ചാലല്ലാതെ ആ സ്വർഗം നമുക്ക് കിട്ടൂല. അള്ളാഹു നമുക്കത് പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, 11 മാസം പല പല പ്രശ്നങ്ങളാൽ നമ്മൾ ഇങ്ങനെ പോവുമായിരുന്നു. പക്ഷേ 12ാമത്തെ മാസം റമളാൻ എനിക്ക് പരലോകത്തിന് വേണ്ടി മാത്രം മാറ്റി നിർത്തുകയാണ്. അവിടെ എൻ്റെ ഭാര്യയില്ല, അവിടെ എൻ്റെ കുട്ടികളില്ല, അവിടെ എൻ്റെ ജോലിയില്ല, അവിടെ എൻ്റെ ദുനിയാവിലെ ഒരു കാര്യവും എന്തിനില്ല? എൻ്റെ പരലോകത്തിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന വിഭവത്തിൽ അതൊന്നും തടസ്സാവില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് ലക്ഷ്യം വെച്ച് മുന്നോട്ട് ഗമിക്കുന്ന വിശ്വാസികൾക്കുള്ള സന്തോഷ വാർത്ത പറഞ്ഞു. ഫഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമളാൻ സുഫിദത്തിശ് ശയാതീൻ വമറദത്തുൽ ജിൻ വഗുല്ലിഖത് അബ്വാബുൻ നാർ ഫലം യുഫ്തഹ് മിൻഹാ ബാബുൻ വഫുതിഹത് അബ്വാബുൽ ജന്ന ഫലം യുഗ്ലഖ് മിൻഹാ ബാബുൻ. റമളാനിന്റെ പ്രഭാതം വിരിഞ്ഞാൽ, അതിന്റെ ആദ്യത്തെ രാവായി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, എല്ലാ പിശാചുക്കളെയും ബന്ധിക്കും, നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കും, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കുകയായി. വയുനാദി മുനാദിൻ, വിളിച്ചു പറയുന്നവർ വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ വയാ ബാഗിയ ശർ അഖ്സിർ. നന്മ കൊതിക്കുന്നവരെ നിങ്ങൾ മുന്നോട്ട് ഗമിക്കുക, നിങ്ങൾ ആർജവത്തോടുകൂടി മുന്നോട്ട് ഗമിക്കുക. വയാ ബാഗിയ ശർ അഖ്സിർ, തിന്മക്ക് കൊതി കാണിക്കുന്നവരെ, തിന്മയിലേക്ക് ആപതിച്ചു നിങ്ങളുടെ തിന്മകളെ നിങ്ങൾ കൺട്രോൾ ചെയ്യുക എന്ന് അള്ളാഹു നിശ്ചയിച്ച ആളുകൾ അവിടെ നിന്ന് വിളിച്ചു പറയും. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, വലില്ലാഹി ഉത്തഖാഉം മിനന്നാർ വദാലിക കുല്ല ലൈല. അള്ളാഹു ചില ആളുകളെ നരകത്തിൽ നിന്ന് എല്ലാ റമളാനിന്റെ എല്ലാ രാവുകളിലും മോചിപ്പിക്കും. സഹോദരന്മാരെ, സ്വർഗം കരസ്ഥമാക്കാൻ അള്ളാഹു നമുക്ക് നൽകിയ ദാനമാണ് റമളാൻ മാസം. അതുകൊണ്ട് മറ്റെല്ലാ മാസങ്ങളെ പോലെ അശ്രദ്ധമായി വിടരുത്. ഇപ്പം തീരുമാനമെടുക്കണം. 5 നേരത്തെ നമസ്കാരം, അത് തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി തന്നെ, ഒന്നാമത്തെ തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി തന്നെ എനിക്ക് ജമാഅത്തായിട്ട് കിട്ടണം. അതിന് എന്തിനു വേണം? എല്ലാവരും വുളുവൊക്കെ എടുത്ത് റൂമിന്നൊക്കെ എടുത്ത് എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞ് അവസാന നിമിഷം റൂമിൽ നിന്ന് ഇറങ്ങിയാൽ നമുക്ക് ജമാഅത്ത് കിട്ടൂല. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ സലാം കിട്ടുന്നതിന് മുമ്പ് പള്ളിയിലെത്തുക എന്നുള്ളതല്ല, മറിച്ച് ഒന്നാമത്തെ എല്ലാ 11 മാസവും നമ്മളൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്. ഇല്ല, റമളാനിൽ ഞാൻ ജമാഅത്ത് കൃത്യമായിരിക്കും. അതിന് എന്ത് വേണം? റൂമിൽ 4 ആളാണെങ്കിൽ അതിനനുസരിച്ച് കൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. വുളു എടുക്കാൻ പോകുന്ന സമയത്ത് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ലാസ്റ്റിന് വേണ്ടി കാത്തിക്കരുത്. ആദ്യം അതൊക്കെ പ്ലാൻ ചെയ്യണം. ആരാധനകൾക്ക് വേണ്ടി മുൻകൂട്ടി പ്ലാൻ ചെയ്യണം, ഒരുങ്ങണം. ജമാഅത്ത് നമസ്കാരം, ഖിയാമുൽ ലൈൽ, അത് തറാവീഹ് കിട്ടും, ഇശാന്റെ ജമാഅത്ത് കിട്ടൂല. അങ്ങനെ ആയിപ്പോരുത്. ഇശാ ജമാഅത്തിന് വേണ്ടി പള്ളിയിലെത്തണം. അതിനനുസരിച്ച് കൊണ്ട് നമ്മുടെ ഫുഡൊക്കെ ക്രമീകരിക്കണം.
ഫജ്ർ നമസ്കാരം രാത്രി റമദാനാണ്, അതെല്ലാം എല്ലാവരും ലൈവായിട്ട് നിൽക്കുന്ന സമയമാണ്, ഉറക്കൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫജ്ർ നമസ്കാരത്തിന് ജമാഅത്ത് പോയി പോകുന്നുണ്ട്, പറ്റൂല. ദുആ വേണം, രാവിലെയും വൈകുന്നേരമുള്ള ദിക്റുകൾ വേണം, റവാത്തിബ് സുന്നത്തുകൾ വേണം, ദാനധർമ്മങ്ങൾ വേണം, സക്കാത്ത് കൃത്യമായി കണക്ക് കൂട്ടി കൊടുക്കണം. അങ്ങനെ സ്വർഗത്തിലേക്ക് തനിക്ക് സമ്പാദിക്കുവാനുള്ള സർവ്വവിധ വിഭവങ്ങളും അമലു സാലിഹാത്തുകളും ഈ റമദാനിൽ ഈമാനോടുകൂടി സ്വർഗം ലക്ഷ്യം വെച്ച് ഞാൻ നേടും എന്നുള്ള ദൃഢമായ ലക്ഷ്യമായിരിക്കണം നമുക്ക് ഏവർക്കും ഉണ്ടാകേണ്ടത്. സഹോദരന്മാരെ, അങ്ങനെ റമദാനിന് വേണ്ടി ഒരുങ്ങാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ വിധികൾ വിലക്കുകൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ പാലിച്ചും മാനിച്ചും മുത്തഖിയും മുഖ്ലിസുമായി ജീവിക്കണമെന്ന് എല്ലാവരെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മളിങ്ങനെ ഇപ്പോൾ ഇത്രയും കൃത്യമായൊരു പ്ലാനിങ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ പിടിവിട്ടു പോകും. നമ്മുടെ പ്ലാനിങ്ങുകൾക്കെല്ലാം തടസ്സം നിൽക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾക്ക് ചുറ്റിലുമാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലേ? അങ്ങനെ ഇപ്പോൾ ഇവിടെ ഒരു സ്വാർത്ഥത നമുക്ക് വേണം. ആരാധനകളിൽ ഒരു സ്വാർത്ഥത വേണം നമുക്ക്. അപ്പം നമ്മുടെ പ്ലാനിങ്ങുകൾക്ക് തടസ്സമാകുന്ന ഒരുപാട് കാര്യങ്ങളെ ചുറ്റിപ്പറ്റി വലയം ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ അതൊക്കെ മുന്നിൽ കണ്ട് അതൊക്കെ ഒന്ന് എന്ത് ചെയ്യണം? ഒഴിവാക്കി നിർത്തണം. അത് സോഷ്യൽ മീഡിയകൾ, വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പിശാച് എന്താ ചെയ്യാന്നറിയാം? നമ്മുടെ നോമ്പുകാരനാണ് ഞാൻ എന്നുള്ള ബോധം നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങോട്ടങ്ങ് എടുത്തു കളയും. എന്നിട്ട് നമ്മുടെ കണ്ണുകളെയും കാതുകളെയും അതേപോലെ തന്നെ മനസ്സിനെയും എല്ലാം നമ്മൾ നോറ്റ ആത്മാർത്ഥമായി നമ്മൾ കെയർ ചെയ്ത് കൊണ്ടുപോകുന്ന നമ്മുടെ നോമ്പിനെ അപകടപ്പെടുത്തുന്ന, പരിക്കേൽപ്പിക്കുന്ന പല പല കാര്യങ്ങളിലേക്കും നമ്മളെ കൊണ്ടുപോകും. സഹോദരന്മാരെ, കൺട്രോൾ ചെയ്യാനാണ് ഏറ്റവും പ്രയാസം. വേണ്ടാന്ന് വെക്കാൻ എളുപ്പമാണ്. കൺട്രോളിങ് വളരെ പ്രയാസമാണ്. അപ്പം സോഷ്യൽ മീഡിയകൾ ഞാൻ കൺട്രോൾ ചെയ്തോളാം, അല്ല, കൺട്രോൾ നമ്മൾ അത്ര ഈമാൻ നമുക്ക്. അപ്പൊ കൺട്രോൾ വേണ്ട, അതൊട്ട് ഒഴിവാക്കുക. ഒരു മാസം ഫേസ്ബുക്കും ട്വിറ്ററും നോക്കിയില്ല, ഒന്നും സംഭവിക്കില്ല. നമുക്ക് ആരാധനകൾക്കൊക്കെ അത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ, അതങ്ങോട്ട് ഒഴിവാക്കുക. കാരണം എന്താണെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ താക്കീത് ചെയ്ത ഒരു കാര്യമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മല്ലം യദഅ ഖൗലസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു. വേണ്ട വർത്തമാനങ്ങളും മ്ലേച്ഛ കാര്യങ്ങളും നിങ്ങൾ ഒഴിവാക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഭക്ഷണപാനീയങ്ങൾ നിങ്ങൾ ഒഴിവാക്കണമെന്ന് അല്ലാഹുക്ക് ഒരാവശ്യമില്ല. മറ്റൊരു വചനത്തിൽ നമുക്ക് കാണാം, കം മിൻ സായിമിൻ റുബ്ബ സായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഅ വൽ അത്ഷ്. എത്രയെത്ര നോമ്പുകാരാണ്, അവരുടെ നോമ്പിൽ ബാക്കിയാകുന്നത് വെറും ദാഹവും വിശപ്പും മാത്രമാണ്. കം റുബ്ബ ഖായിമിൻ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ. എത്രയെത്ര രാത്രി നമസ്കാരക്കാരാണ്, വെറും ഉറക്കം നഷ്ടപ്പെട്ടു എന്നതല്ലാതെ മറ്റൊന്നും അവരുടെ ഖിയാമിൽ ബാക്കിയായിട്ടില്ല, മറ്റൊരു ഹല്ലും അവർക്കില്ല. സഹോദരന്മാരെ, ഇതൊക്കെ നമ്മുടെ നോമ്പിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. നോമ്പിനെ അപകടപ്പെടുത്തുന്ന, നമ്മുടെ ആരാധനകളെ, ഇഖ്ലാസിനെ, തഖ്വയെ പരിക്കേൽപ്പിക്കുന്നതൊന്നും അതാരുടെ ഭാഗത്തു നിന്നുള്ളതാണെങ്കിൽ ഈ റമദാൻ നമ്മൾ അനുവദിക്കരുത്. ഇത് നമ്മുടെ ലാസ്റ്റ് റമദാനാകാം, ഇത് നമ്മുടെ ലാസ്റ്റ് ചാൻസ് ആകാം. റയ്യാനിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്ന അവസാനത്തെ റമദാനാകാം ഇത്. അള്ളാഹു നമുക്ക് ഈമാനുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് അങ്ങനെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ നീങ്ങുക. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഇന്ന ഹാദാ കാന ലക്കും ജസാഅൻ വകാന സഅയുക്കും മഷ്കൂറാ. സ്വർഗം, അള്ളാഹു ആ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു, ഇന്ന ഹാദാ കാന ലക്കും ജസാഅൻ.
വകാന സഈകും മഷ്കൂറ. ഇത് നിങ്ങൾക്കുള്ള പ്രതിഫലമാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നന്ദിപൂർവ്വം അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. ഇന്നാ നഹ്നു നസ്സൽനാ അലൈക്കൽ ഖുർആന തൻസീല. അല്ലാഹു പരിശുദ്ധ ഖുർആൻ താങ്കളിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഫസ്ബിർ ലിഹുക്മി റബ്ബിക വലാ തുതി' മിൻഹും ആസിമൻ ഔ കഫൂറ. അതുകൊണ്ട് പ്രവാചകരെ, അല്ലാഹുവിന്റെ വിധിയിൽ, ഹുക്മിൽ ക്ഷമാപൂർവം അങ്ങ് അടിയുറച്ചു നിൽക്കുക. അശ്രദ്ധനെയും നന്ദി കെട്ടവനെയും താങ്കൾ ഒരിക്കലും അനുസരിക്കുവാൻ പാടില്ല, പിൻപറ്റാൻ പാടില്ല. രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുക, അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഇൻസാനിൽ അള്ളാഹു പറയുന്നു. സഹോദരന്മാരെ, ഇതിനെ നമ്മുടെ സ്വർഗത്തിനുള്ള കാരണമാക്കണം. റയ്യാൻ എന്ന കവാടത്തിലൂടെ നമുക്കേവർക്കും പ്രവേശിക്കണം. സ്വർഗം നമ്മുടെ അവസാനത്തെ ഭവനമായി നമുക്ക് സ്വീകരിക്കാൻ കഴിയണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. പരിശുദ്ധ റമദാനിനെ ഇത്തരത്തിൽ വരവേൽക്കുവാനും ആരാധനകൾ നിർവഹിക്കുവാനും അള്ളാഹു നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചെയ്തു പോകുന്ന പാപങ്ങൾ അള്ളാഹു നമുക്കേവർക്കും വിട്ടുകൊടുത്ത് മാപ്പ് നൽകുമാറാവട്ടെ. നല്ലത് കേട്ട് പഠിച്ച് മനസ്സിലാക്കിയത് ജീവിതത്തിൽ പകർത്തുവാനും തിന്മകളെ പരിപൂർണമായി വിഭാടനം ചെയ്യുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് രോഗികളായ ഒരുപാട് സഹോദരന്മാർ, സഹോദരിമാർ, അള്ളാഹു നമ്മുടെയും അവരുടെയും എല്ലാവിധ രോഗങ്ങൾക്കും ശമനം നൽകി പൂർണ്ണമായ ആശ്വാസവും അതേപോലെ തന്നെ ഈമാനും ഖലാസും നമുക്കേവർക്കും അള്ളാഹു പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, അവരുടെ ഖബറിനെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മയും അവരെയും അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിയ ഹജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين وصلى الله تعالى وسلم على خلقه محمد وآله وصحابته أجمعين والحمد لله رب العالمين. أقم الصلاة.